സോറി വിക്രാന്ത്. ദേഷ്യം വന്ന് പഠിച്ചതാണ്. ഐ എം സോറി സിദ്ധാർത്ഥ്. നിങ്ങളെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിച്ചു. ഇനി ഇതോർത്ത് കരയരുത്. ഇതോർത്ത് നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമില്ല. ഓക്കെ? അവള് വെറുതെ പറഞ്ഞതാണെങ്കിലും അതിൽ കാര്യമില്ലേ മോളെ? എനിക്കിപ്പോ 4നും 4 സ്വപ്നങ്ങളല്ലേ? അമ്മേ, 4+4 എന്ന് പറഞ്ഞ 8 ആയില്ലേ? അപ്പൊ 8 മക്കളുണ്ടോ? അമ്മേ, എന്തിനാ കൊച്ചു പിള്ളേരെ അടുത്ത് വലിയ ആൾക്കാരുടെ ഇടയിൽ നിർത്തിയിരിക്കുന്നേ? ബോധമില്ലാതെ ഓരോന്ന് പറയുന്ന കേട്ടില്ലേ? അവള് വെറുതെ പറഞ്ഞതാണെങ്കിലും അതിൽ കാര്യമില്ലേ മോളെ? നമ്മൾ ഒരു കല്യാണം നടത്തുന്നത് തന്നെ 2 കല്യാണം നടത്തുന്നതിന് തുല്യല്ലേ? ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരുടെ സ്ഥിതി അങ്ങനെയാ. എന്തിനാ അമ്മ വെറുതെ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? ഇങ്ങനെ വിഷമം പറയാനായിട്ട് എന്ത് സിറ്റുവേഷനും ഉണ്ടായി? അങ്ങനെയൊന്നുമില്ല മോളെ അമ്മു. നിന്റെ വിവാഹ നിശ്ചയം ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ തന്നെ നടന്നില്ല. അതാ ഇപ്പൊ എന്റെ സമാധാനം. സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു മോളെ. എനിക്ക് അമ്മയേക്കാൾ കൂടുതൽ സന്തോഷായി. മനസ്സിലായി. ഈ മുതുക്കി ഇവിടുന്ന് പോയി കഴിഞ്ഞാ ആ ബെഡ് നിനക്ക് ഒറ്റ കിട്ടുന്നുള്ള സന്തോഷത്തിലല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഒന്ന് നിർത്താൻ പറ്റോ? 2 പേരും കൂടി ഇങ്ങനെ ബഹളം വെക്കണ്ട. നിങ്ങൾ തമ്മിലുള്ള വഴക്കും കുട്ടികളെയൊക്കെ മതിയാക്കി നിങ്ങൾ 2 പേരും കൂടി കല്യാണം കഴിപ്പിച്ചാലേ ഞങ്ങൾക്ക് 2 പേർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്ഥിതി ഇങ്ങനെയാ, പിന്നെ സമാധാനം ഉണ്ടാവും. അതെ, നമ്മൾ ആരാ? ആരതി കേറ്ററിംഗ് MD ആയ പ്രമീള മണികണ്ഠന്റെ മക്കളല്ലേ? മോനെ കണ്ണ, നീ എത്തിയോ? നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ? തനിക്ക് ചോദിക്കാനോ പറയാൻ ആരുമില്ലേ? തോന്നുന്ന പോലെ ഇങ്ങനെ നടക്കാൻ തനിക്ക് നാണമില്ലേ? അല്ല, അഹങ്കാരമാവാം, പക്ഷെ ഇത് കുറച്ച് കൂടുതലാ. വരെ വരെ കുറച്ച് ആളുകൾ കൂടുന്നുണ്ട്. അതിഥി, ഇപ്പൊ എന്തിനാ അവനിങ്ങനെ വന്നു കയറിയ ഉടനെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ഫോൺ എടുത്തിരുന്നെങ്കിൽ ഫോണിൽ കൂടി 2 കൊടുത്തേനെ. ഇവന്റെ സമയം ശരിയല്ല, അതുകൊണ്ട് നേരിട്ട് എന്റെ കൈ കിട്ടിയേ. ഇവൻ കാണിച്ച പൊട്ടത്തരത്തിന് ഇതൊന്നും പറഞ്ഞാ പോരെ ഇവനോട്? എടി, ഇപ്പൊ എന്താ സംഭവിച്ചേ? ഒന്നും കേൾക്കണ്ട. ഇവൻ ഇത്രയും വലിയ ചതി ചെയ്യുന്ന ഞാൻ വിചാരിച്ചേയില്ല. എല്ലാരും എൻഗേജ്മെന്റിന് പോയില്ലേ, എന്നിട്ട് ഇവൻ മാത്രം എന്താ വരാത്തെ? അച്ഛനും അമ്മയൊക്കെ ചേർന്ന് എന്തൊക്കെ ബിൽഡപ്പാ പറയുന്നേ? നീ മൂത്ത മകനാന്നൊക്കെ. അപ്പൊ ആ ഫംഗ്ഷന് എല്ലാ കാര്യം മുന്നിൽ നീയല്ലേ നടത്തണ്ടേ? എന്നിട്ട് ഈ സാറിനെ അവിടെ നിന്ന് കണ്ടതേ ഇല്ലല്ലോ. അല്ല, വീട്ടിലെ ഫംഗ്ഷനേക്കാൾ വലിയ എന്താ അർജൻസിയാ ഉള്ളത്? അല്ല, ആ ഫംഗ്ഷന് നീ വരേണ്ടതല്ലേ, പിന്നെന്താ വരാഞ്ഞത്? അത് എന്താ സംഭവിച്ചെന്ന് വെച്ചാ? എന്ത് സംഭവിച്ചെന്നാ? ഇവിടെ ആർക്കും നിന്റെ കഥയൊന്നും കേൾക്കണ്ട. നിന്റെ കാര്യമെല്ലാം നടത്തി ഞങ്ങളോട് വന്ന് എന്ത് പറയാന്നാണോ? നീ ഉണ്ടാക്കിയ കഥ ഞങ്ങൾ കേൾക്കണോ അല്ലേ? അല്ല ദിദി, നിന്റെ ആക്ച്വലി മോസ്റ്റിലേക്ക് നിന്റെ കയ്യിൽ വെച്ചാൽ മതി. എനിക്ക് അതൊന്നും കേൾക്കണ്ട. നിന്റെ കഥ കേൾക്കാനുള്ള യാതൊരു പേഷ്യൻസ് എനിക്കില്ല. ഇനി മുതൽ നീ എന്നോട് സംസാരിക്കണ്ട, ഞാൻ നിന്നോട് സംസാരിക്കില്ല. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാ ഈ സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ വേദാന്ത്. ഇതൊക്കെ സംഭവിച്ചിട്ട് എത്ര ദിവസങ്ങളായി.
എന്നിട്ട് നമ്മളോടൊന്നും പറയാതിരുന്നു എന്ന് വെച്ചാ എന്താ ഇതിനർത്ഥം? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹമാ ചെയ്തിട്ടുള്ളത്? എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അമ്മ പ്ലീസ് അമ്മേ, അമ്മ എങ്ങനെ വിഷമിക്കല്ലേ. ആദ്യം മനഃപൂർവ്വമല്ല ഈ കാര്യമൊന്നും പറയാതിരുന്നത്. ഞാനും ഈ കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ല അമ്മേ. ആൻഡ് ഇൻഫാക്ട് വിക്രാന്തിന് മാത്രമേ ഈ കാര്യം അറിയായിരുന്നുള്ളൂ. അവനെങ്കിലും നമ്മളോടത്തുനിന്ന് പറയേണ്ടതല്ലേ വേദാന്ത്? പാവം എന്റെ കുട്ടി. ഇത് രണ്ടാമത്തെ തവണ അവൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്റെ കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ഇങ്ങനെന്താ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് എന്റെ കുഞ്ഞിനോടൊന്ന് സംസാരിക്കണം വേദാന്ത്. എനിക്ക് അവളോട് സംസാരിക്കണം. അമ്മ പ്ലീസ് അമ്മേ. ആ കുഞ്ഞ് പോയ വേദനയോടൊപ്പം തന്നെ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് എന്റെ സങ്കടവും അവക്കുണ്ടമ്മേ. അവളെ ഞാൻ സമാധാനിപ്പിക്കാം വേദാന്ത്. അവളെ ഞാൻ ധൈര്യപ്പെടുത്തിക്കോളാം. അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യവും അമ്മേ. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലെന്നാ തോന്നുന്നേ. എൻഗേജ്മെന്റ് കഴിയുന്നവരെ ഈ കാര്യം പറയില്ല എന്ന് അവളും സിദ്ധാർത്ഥും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു അത്. ഇപ്പൊ അതല്ല അവള് മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഈ കാര്യം കൊണ്ട് അവൾ ഒരുപാട് വേദനിച്ചതാ അമ്മേ. നമ്മൾ അവളോട് ഇപ്പൊ കാണിക്കേണ്ടത് സിമ്പതി ഒന്നുമല്ല. അങ്ങനെ ചെയ്ത ആദ്യ വീക്കാവേ ഉള്ളൂ, സ്ട്രോങ് ആവില്ല. ഈ അവസ്ഥയിൽ കാണിക്കേണ്ട സിമ്പതിയല്ല, എംപതിയാണ്. നോക്കൂ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, ഈ കാര്യം പറഞ്ഞ് ഇനി ആരും ആദ്യയുടെ മുന്നിൽ പോയി കരയരുത്. അത് മാത്രമല്ല, ഇതൊക്കെ എന്തിനാ മറച്ചു വെച്ചെന്ന് ഇനി ആരും അവളോട് പോയി ചോദിക്കാനും പാടില്ല. ഇൻഫാക്ട് ഈ കാര്യത്തിൽ നമ്മൾ ഇനി അവളോട് കഴിക്കേ. കഴിക്കട്ടെ. എവിടെ? ആഹാ, നിശ്ചയം കഴിഞ്ഞത് പിന്നെ നിന്റെ മുഖത്ത് നല്ല ഐശ്വര്യം വന്നിട്ടുണ്ട്. അതെന്താ, ഇതിനു മുമ്പ് എന്റെ മുഖത്ത് ഐശ്വര്യം ഇല്ലായിരുന്നോ? അതങ്ങനല്ല മോളെ. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഈ സമയത്തുണ്ടാവും. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീയുണ്ടല്ലോ, മുൻപൊക്കെ ഓഫീസിൽ പോകുന്ന സമയത്ത് ധൃതി പിടിച്ച ആഹാരമൊക്കെ കഴിച്ച് ഇറങ്ങി ഓടുവല്ലേ ചെയ്യാറുണ്ടായിരുന്നെ. എന്നിട്ട് ഇപ്പൊ നോക്ക്, സമാധാനായിട്ട് കുളിച്ച് റെഡിയായി ആഹാരമൊക്കെ കഴിച്ചിട്ടല്ലേ ഇവിടുന്ന് പോകുന്നേ. അത് എന്റെ കുറ്റമല്ല. രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഞാൻ എന്റെ വേദാന്തിനെ ചിന്തിച്ച് കിടക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ നേരത്തെ എഴുന്നേറ്റ്. നീ എന്താ നിന്ന് ആലോചിക്കുന്നേ? അതൊന്നും ഇല്ലമ്മേ. കുറച്ചു വർഷങ്ങളും കൂടി കഴിഞ്ഞാലേ ഞാനും അമ്മയെ പോലെ ഒരു ടിപ്പിക്കൽ ആന്റി ആയി പോലും ഒന്ന് ചിന്തിച്ചു പോയതാ. അത്രേ ഉള്ളൂ. ഒരടി വെച്ച് തന്നാലുണ്ടല്ലോ. ചുമ്മാ തമാശ പറഞ്ഞല്ലേ പ്രേമി. ഡോണ്ട് വറി. ശരി, ഞങ്ങളിന്ന് വേദാന്തിന്റെ വീട്ടിൽ പോയി അവരോടൊക്കെ ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചിരിക്ക. അവരോട് എന്ത് സംസാരിക്കാനാ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നിശ്ചയം കഴിഞ്ഞാ പിന്നെ കല്യാണ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? എന്താ എങ്ങനെ നടത്തേണ്ടെന്നൊക്കെ അവരോട് സംസാരിക്കണ്ടേ? അതൊക്കെ ശരിയാച്ച. പക്ഷെ ഇന്ന് വേണ്ട, വേറൊരു ദിവസം ആവട്ടെ. അതെന്താ ഇന്ന് പോയാൽ എന്താ പ്രശ്നം? അവിടുത്തെ സാഹചര്യം അത്ര ശരിയല്ലമ്മേ. സാഹചര്യങ്ങള്
ശരിയല്ലെന്നോ? നീ എന്താ കാര്യം പറയ? അവിടെ എല്ലാവരും നല്ല വിഷമത്തിലാമേ. ഇന്ന് പോയി കഴിഞ്ഞാ സംസാരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. എന്താ അമ്മു നീ പറയുന്നേ? വിഷമത്തിലാണെന്നോ? എന്തിന്? അമ്മോ, നീ എന്താ ഒന്നും പറയാത്തെ? വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ലേ? നിങ്ങളുടെ നിശ്ചയത്തില് എന്തെങ്കിലും അവർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സുഹാസിനി പറഞ്ഞോ? എന്താ കാര്യമെന്ന് പറയാമോ? അത് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾക്കും വിഷമാവോ അമ്മ? അമ്മോ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നേ? നിനക്കെന്റെ കാര്യങ്ങൾ അറിയാലോ. ഞങ്ങൾക്ക് വിഷമമുണ്ടാവും പറയാനുള്ള കാര്യം എന്താ? എന്താ സംഭവം എന്ന് പറയേ. അത് പിന്നെ ഏടത്തിക്ക് ആരും വരില്ല വരില്ല വരില്ല, എന്റെ കുഞ്ഞ് മരിച്ചു പോയി. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. നിങ്ങളൊക്കെ കാര്യങ്ങൾ ഇപ്പോഴാ അറിഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നതും. ബട്ട് എനിക്കിപ്പോ അത് ശീലമായി കഴിഞ്ഞു. സംഭവിച്ചത് സംഭവിച്ചു. ഇനി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് എങ്ങാനും തോന്നുന്നുണ്ടോ? അതിലിനി ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയല്ല മോളെ, നിന്നെ പോലെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. പ്രശ്നം അതല്ല. അച്ഛാ, കാര്യം അതല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ നിങ്ങൾ എല്ലാവരും നല്ല സ്ട്രോങ് അല്ലേ? അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന വല്ല മാറ്റം ഉണ്ടാവോ? ആൻഡ് മോർ ഓവർ, ഇപ്പൊ ഈ വേദന മറക്കാൻ ഇവിടെ കാരണങ്ങൾ ഒരുപാടില്ലേ? ചേട്ടന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ അങ്ങനെ ഫാമിലി മാൻ ആവാൻ പോകുന്നു. ഇതിനും വലിയ സന്തോഷം മറ്റെന്താ വേണ്ടേ? ആൻഡ് ഹേയ് ബ്രദർ, ബിസിനസ് കാര്യത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അതുകൊണ്ട് പ്രൊമോഷനും കിട്ടി. അതുപോലെ ഫാമിലിയിലും പ്രൊമോഷൻ കിട്ടേണ്ട സമയം കഴിഞ്ഞു. പിന്നെ നിന്റെ കാര്യം, പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നിച്ചാലോചിച്ചാലോ? ആദ്യ നായക്കണ്ണ്, നരിക്കണ്ണ്, ആ കണ്ണ്, ഈ കണ്ണ്, വീട്ടിനകത്തുള്ള രാക്ഷസിമാരുടെ കണ്ണ്, എല്ലാ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു പോട്ടെ. ആരുടെ വക്രദൃഷ്ടിയും ഇനി നിന്റെ മേലെ വീഴാൻ പാടില്ല. ഈശ്വരാനുഗ്രഹം നിന്റെ മേലെ എപ്പോഴും ഉണ്ടാവും. 3 തവണ ഇതിൽ നോക്കിയൊന്ന് തുപ്പിയേ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, അതൊന്നും ഞങ്ങളിന്ന് മറച്ചു വെക്കരുത്. ഞങ്ങളെല്ലാം നിന്റെ കൂടെ തന്നെയുണ്ട് കേട്ടോ. ആദ്യം ശ്രദ്ധിക്കാതെ തട്ടി വീണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലും മദറിന്റെ കൈയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. സത്യം പറയേ, നോക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തമാശ കളി വേണ്ട. സത്യം പറയേ, വെറുതെ പറഞ്ഞല്ലേ നീ? ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഞാൻ തമാശ പറയുന്നത് തോന്നുന്നുണ്ടോ? എല്ലാം സത്യം തന്നെയാ അമ്മേ. ഏടത്തി തന്നെയെല്ലാം പറഞ്ഞത്.
എന്തൊരു വിധിയാ ഇത്. പാവം ആ കുഞ്ഞിന് രണ്ടാമത്തെ തവണ എങ്ങനെ സംഭവിക്കുന്നത്? അതിനെന്ത് പാപ അവള് മുൻജന്മത്തിൽ ചെയ്തത്? വല്ലാത്ത വിധി തന്നെയത്. മനസ്സിന് നല്ല വിഷമം തോന്നുന്നു മോളെ. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതെ അച്ഛ, ഈ കാര്യം അറിഞ്ഞിട്ട് എല്ലാരും നല്ല വിഷമത്തില്. വേദാന്താണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയായിരുന്നു. ഈശ്വരൻ എന്താണാവോ അവരാഗ്രഹിച്ച സന്തോഷമൊന്നും അവർക്ക് കൊടുക്കാതെ. ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എല്ലാവരോടും എന്താ സ്നേഹം അവൾക്ക്. എല്ലാവരോടും നല്ല സ്നേഹമാണ്. സ്നേഹത്തോടെ മാത്രമേ അവള് സംസാരിക്കാറുള്ളൂ. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി വരാൻ പാടില്ലായിരുന്നു. അവിടെ എല്ലാരും നല്ല വിഷമത്തിലായിരിക്കും അമ്മേ. അതുകൊണ്ടാ ഇന്ന് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. അമ്മു, ഇനി ഓഫീസിൽ പോണോ? നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലേ? ഇനി ഓഫീസിൽ പോണ്ട കാര്യമുണ്ടോ? വീട്ടിൽ തന്നെ നിന്നാ പോരെ? ഇല്ലമ്മേ, വീട്ടിലിരുന്ന് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിക്കും. അതിലും നല്ലത് ജോലിക്ക് പോകുന്നത് തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞാലും ഓഫീസിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. വെറുതെ ഇപ്പൊ എന്തിനാ ഗ്യാപ്പ് എടുക്കുന്നേ? എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ എപ്പോഴും കാണാറ് ഓഫീസിൽ വെച്ചല്ലേ. എന്നെ കാണാൻ ഒരു ചെറിയ അവസരം കിട്ടിയാലും അവനത് മിസ് ചെയ്യാറില്ല. അങ്ങനെയുള്ളപ്പോ ഇത്രയും നല്ലൊരു അവസരം ഞങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റൂ? പിന്നെ അതുമാത്രമല്ലല്ലോ, ഈ സമയത്ത് ഞാൻ അവന്റെ കൂടെ തന്നെ വേണ്ടേ? അവൻ നല്ല വിഷമത്തിലായിപ്പോ. ചേട്ടാ, ഇതാ പാല് കുടിക്ക്. എനിക്ക് വേണ്ട ആദ്യ. രാവിലെ ടിഫിൻ പോലും കഴിച്ചിട്ടില്ല, ഇപ്പൊ ഈ പാലെങ്കിലും കുടിക്കേ. നോ മോളെ, ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എനിക്ക് വേണ്ട ഫൈൻ. എന്ത് ഫൈൻ? ഒരു ഫൈനും ഇല്ല. ഈ ടിവിയിലൊക്കെ ഫെയർനെസ് ആഡ് കാണാറില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നൊക്കെ. അതില് ബിഫോർ പോലെ ചേട്ടനിപ്പോ. ചേട്ടന് പെണ്ണാണെങ്കിൽ ഒരു ആപ്പിളിനെ പോലെ അടിപൊളിയായി തുടുത്തിരിക്കുകയല്ലേ. ചേട്ടന് കാണാനാണെങ്കിൽ ഒരുമാതിരി അപ്പൂപ്പനെ പോലെ. ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും ആവുന്നില്ലേ? ഞാൻ ഇനി എന്തിനാ കഴുതനെ ഇംപ്രസ് ചെയ്യുന്നത് ആദ്യ? ഞാൻ നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ജീവിക്കുന്നത് ഈ രീതിയിലാ. ആൻഡ് ട്രസ്റ്റ് മീ, ഐ ജസ്റ്റ് ലവ് മൈസെൽഫ്. ഇതാ ഞാൻ വേണ്ടെന്ന് പറയുന്നേ. കല്യാണ ദിവസം നിങ്ങൾ രണ്ടുപേരും കാണുന്നവര് എല്ലാവരും നിങ്ങൾ സൂപ്പർ ജോഡിയാണെന്ന് പറയണമെന്ന് എന്റെ ആഗ്രഹം. അല്ലാതെ പെൺകുട്ടി കുഴപ്പമില്ല, പക്ഷെ ചെക്കനെ കാണാൻ എന്തോ പ്രശ്നമുണ്ടെന്നും പറയും ആൾക്കാർ. ആദ്യ, അവള് നിന്നെ എന്തോ തന്ന് മയക്കി വെച്ചേക്കുവാ. ആ കഴുതയുടെ കൂടെ നടന്ന് നീ ഇപ്പൊ കുറച്ച് വായാടി ആയിട്ടുണ്ട്. ഓക്കെ, കമ്പാരിസൺസ് ഒക്കെ ഉണ്ടാവും, അത് സാരമില്ല. പക്ഷെ നീ ഇങ്ങനെ ഒരു പൊട്ടത്തരങ്ങൾ പറയുന്നില്ലേ? ചേച്ചേ, നോൺസെൻസ്. ആഹാ, പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോന്ന് ചിന്തിക്കാതെ കമ്പാരിസൺ ശരിയല്ല എന്നൊരൊറ്റ വാക്കി പറയാണോ? ഇതാ തീരെ ശരിയല്ലാത്തത്. വാട്ട് എവർ, എനിക്കിതൊന്നും ആവശ്യമില്ല. ഇനി കല്യാണത്തിന് അവളെ റെഡിയാക്കാൻ നീയും വാനരപ്പടയും ഒക്കെ കൂടെ പോണ്ടേ അങ്ങോട്ട്? എന്നെ ഒരുക്കാൻ എനിക്ക് ആരുടെ ആവശ്യമില്ല. ബട്ട് ലുക്ക് അറ്റ് മീ, ഞാൻ എത്ര കൂളാണെന്ന് നോക്ക്. സത്യം പറയുമോളെ, എന്നെ കാണാൻ അടിപൊളിയായിട്ടില്ലേ? എന്റെ ചേട്ടൻ സൂപ്പർ സ്റ്റാറാ, കാണാൻ അടിപൊളിയാണെന്ന് എല്ലാവരും പറയും. ആക്ച്വലി ഈ സൗന്ദര്യമൊക്കെ കല്യാണം വരെ പോണമെങ്കിലേ ഞാൻ കൊണ്ടുവന്ന് ഈ പാല് കുടിക്കണം. മാത്രമല്ല, നിങ്ങളുടെ കല്യാണം കഴിയുന്നത് വരെ ചേട്ടന്റെ ഡയറ്റ് പ്ലാൻ ഒക്കെ നോക്കുന്നത് ഞാനായിരിക്കും. ഓക്കെ, എന്റെ ഡയറ്റ് പ്ലാൻസ് ഒക്കെ നീ നോക്കിക്കോ, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പാല് കുടിക്കില്ല. പാലെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമേ. ചേട്ടൻ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലൊന്നും കാണിക്കില്ല. വേണ്ട മോളെ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ആദ്യ. എനിക്ക് വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. എനിക്ക് വേണ്ട, എന്നെ ഫോഴ്സ് ചെയ്യല്ലേ ആദ്യ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞു കേക്ക് കേട്ടാ. കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കില്ല. ചേട്ടൻ ഇങ്ങനെയാണെങ്കിൽ എന്റെ കുഞ്ഞെങ്ങനെയായിരിക്കും?